Hi all, welcome to my channel Incredible English. അപ്പോൾ എല്ലാവരും ബിസി എക്സാം പ്രിപ്പറേഷൻസിലാണ്, എല്ലാം നല്ല സീംലെസ്ലി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇന്ന് അനദർ എക്സാം റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ സെക്ഷനിൽ ഗ്രാമറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ള ടോപ്പിക്കാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. അത് ബേസ് ചെയ്തിട്ടുള്ള ഗ്യാപ് ഫില്ലിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എറർ സ്പോട്ടിങ്ങിൽ ഈ ഒരു ഏരിയ വരാറുണ്ട്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് റൈറ്റ് ഫ്രം അവർ സ്മോൾ ക്ലാസ്സസ് നമ്മൾ ഇത് പഠിക്കുന്നുണ്ട് അല്ലെ. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇംഗ്ലീഷിലെ ബേസിക് സ്ട്രക്ചർ നമുക്കറിയാം അല്ലെ. എന്താണ് സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് എന്നാണ്. അതിന്റെ സബ്ജക്റ്റും വെർബും എഗ്രി ചെയ്യണം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആവണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആണ്. ഈ ഒരു റൂളാണ്. ഇതാണ് സിമ്പിൾ റൂൾ. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപിളസ്റ്റ് ഫോമിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പം എന്താണ് ഓർത്തിരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വെർബിനെ സിംഗുലർ ആക്കുന്നത്, എങ്ങനെയാണ് വെർബിനെ എങ്ങനെ സിംഗുലർ ആക്കും? ബൈ ആഡിങ് എസ് അല്ലെങ്കിൽ ഇഎസ് ടു ദ റൂട്ട് ഫോം ഓഫ് ദ വെർബ്. അപ്പം സിംഗ് എന്നൊരു വെർബ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സിംഗുലർ ഫോം എങ്ങനെ കിട്ടും? സിങ്സ്. ഇത് നമുക്ക് എല്ലാവർക്കും പ്രിട്ടി ഗുഡ് അറ്റ് അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇതിൽ കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്നത് ഒരു കൺജങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസസ് വരുമ്പോഴാണ്. അപ്പൊ കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ മോർ ദാൻ വൺ സബ്ജക്ട് കാണും. ഒരു സബ്ജക്ട് സിംഗുലർ, ഒരു സബ്ജക്ട് പ്ലൂറൽ, സംടൈംസ് ബോത്ത് ആർ സിംഗുലർ, സംടൈംസ് ബോത്ത് ആർ പ്ലൂറൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പം ഏത് യൂസ് ചെയ്യണം, സിംഗുലർ വെർബ് വേണോ പ്ലൂറൽ വെർബ് വേണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അത്തരം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 3 വേർഡ്സ് അല്ലെങ്കിൽ 3 കൺജങ്ഷൻസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. 3 പേരിലും അപ്ലൈ ചെയ്യേണ്ട റൂള് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടുഗദർ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ വേർഡ്സ് ഓർ ദ കൺജങ്ഷൻസ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. ഇതൊക്കെയാണ് ഈതർ ഓർ, നീതർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ 3 പേരും ഫങ്ഷൻ ചെയ്യുന്നത് ഒരു റൂളിനെ ബേസ് ചെയ്താണ്. ആ റൂളിന്റെ നെയിമാണ് പ്രോക്സിമിറ്റി റൂൾ. പ്രോക്സിമിറ്റി റൂൾ. പ്രോക്സിമിറ്റി എന്നുള്ള വേർഡ് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇറ്റ് ഷോസ് നിയർനെസ് അല്ലെ, അടുത്ത് ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വേർഡാണ് പ്രോക്സിമിറ്റി. അത് തന്നെയാണ് ഇതിന്റെ റൂളിന്റെ മീനിങ് വരുന്നത്. എന്താണ് നമുക്കറിയാം, ഈ വേർഡ്സിലെല്ലാം തന്നെ 2 സബ്ജക്റ്റ് കാണും. അപ്പം ഇതിൽ വെർബിനോട് അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. അത് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. അതായത് വെർബിനോട് നിയർ, വെർബിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സബ്ജക്ട്, ആ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും, ആ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബും. ഇതാണ് സിംപ്ലി പ്രോക്സിമിറ്റി റൂൾ എന്ന് പറയുന്നത്. Verb agrees with the subject which is near to the verb. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസിലൂടെ അത് കാണാം. അത് നമ്മൾ എടുക്കുന്നത് either or ആണ്. അപ്പൊ either or എന്ന് പറയുമ്പോൾ 2 സബ്ജക്ട് ഉണ്ട്. നോക്കിക്കേ, either my mother or my sisters are attending the wedding. Are attending the wedding. കാരണം എന്താണ്, വെർബിനോട് അടുത്ത് നിൽക്കുന്ന സബ്ജക്ട് ഏതാണ്? സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ. സോ നമ്മൾ ആർ യൂസ് ചെയ്തു വിച്ച് ഇസ് പ്ലൂറൽ. അഗെയിൻ ദ സെയിം സെന്റൻസിനെ ഞാൻ റീഫ്രെയിം ചെയ്തു. either my sisters or my mother is attending the wedding. അവിടെ മൈ മദർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ നമ്മൾ ഒരു സിംഗുലർ വെർബ് ആയിട്ടുള്ള ഈസ് യൂസ് ചെയ്തു. ഇനി അടുത്തത് ഏതാണ്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ന്യൂട്രീഷൻസ് ബട്ട് ഓൾസോ എക്സസൈസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്തി ഗ്രോയിങ് അപ്പ് ഓഫ് ചിൽഡ്രൻ. നമുക്ക് എക്സസൈസ് ആണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഈസ് യൂസ് ചെയ്തു. തിരിച്ചായിരുന്നെങ്കിലോ നോട്ട് ഓൺലി എക്സസൈസ് ബട്ട് ഓൾസോ ന്യൂട്രീഷൻസ് എന്നായിരുന്നെങ്കിൽ നമ്മൾ ആർ യൂസ് ചെയ്തേനെ. അതാണ് പ്രോക്സിമിറ്റി. Again, neither his mother nor his siblings are ready to accept the truth. Neither his mother nor his siblings. Mother and second subject is siblings. Siblings എന്നുള്ളത് സെക്കൻഡ് സബ്ജക്ട് വിച്ച് ഇസ് നിയർ ടു ദ വെർബ്. അതുകൊണ്ട് നമ്മൾ പ്ലൂറൽ ഫോം ആയതുകൊണ്ട് ആർ യൂസ് ചെയ്തു. സെയിം സെന്റൻസ് തിരിഞ്ഞു വന്നാൽ എങ്ങനെ വരും? സബ്ജക്ട്സ് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ neither his siblings nor his mother is ready to accept the truth. ഇതാണ് പ്രോക്സിമിറ്റി റൂൾ. Hope this is very clear to you.
ഇത് ഒരു ഷോർട്ട് വീഡിയോ ആണ്, വളരെ പെട്ടെന്ന് ഒന്ന് കണ്ടുപോകാവുന്നതാണ് പ്രോക്സിമിറ്റി റൂൾ. പ്രോക്സിമിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ വെർബ് വിച്ച് ഈസ് നിയർ ടു ദ സബ്ജക്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. സബ്ജക്ട് വിച്ച് ഈസ് നിയർ ടു ദ വെർബ്, അത് വേണം നമ്മൾ നോക്കാൻ. അത് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ, അത് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ. ഹൗ ടു ഫോം ദ സിംഗുലർ ഫോം ഓഫ് ദ വെർബ്? ബൈ ആഡിങ് yes or es to the root form of the verb. Hope this session is useful to you, and let's meet again with other useful videos. Thank you.